ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ദൂത് ഹൃദയത്തിന് വിടുതലായി ആശ്വാസമായി മാറത്തക്ക നിലയിൽ സ്വർഗം തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാറുവാൻ ഇടയാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഇന്ന് തിരുവെഴുത്ത് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്ന ദൂത് ഫിലിപ്പിയ ലേഖനം 3 അധ്യായം 11 വാക്യം. അവിടെ ഇപ്രകാരം പറയുന്നു: അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്ന് എണ്ണുന്നു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെടുത്ത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴമായി തൊടുന്ന ദൂത്. ധന്യനായിരിക്കുന്ന പൗലോസ് പ്രാപിക്കുവാൻ ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ ഒരു ലക്ഷ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ സാഹചര്യത്തിൽ പറയുന്നൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഇങ്ങനെ വല്ല വിധേനയും അത് പ്രാപിക്കണം. ഏത് വിധേനയാണെങ്കിലും അത് പ്രാപിക്കണം. ഏക ലക്ഷ്യത്തിലേക്ക് തൻ്റെ ഹൃദയം ചാഞ്ഞിരിക്കുന്നു. അതിന് എന്തൊക്കെ കാര്യങ്ങൾ പൗലോസ് ഉപേക്ഷിക്കണോ അതിന് തയ്യാറാകുന്നു. സകലവും ചവറന്നെണ്ണുവാൻ തയ്യാറാകുന്നു. വിലയേറിയത് പ്രാപിക്കുവാൻ വേണ്ടി. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിലേക്ക് ഈ ദൂത് പകരുക. ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥിതിയിൽ ചിലത് പ്രാപിച്ചെടുക്കുവാൻ ഈ ഒരു മനോഭാവത്തിലല്ലേ ജീവിതസ്ഥിതിയായിരിക്കുന്നത്. വല്ല വിധേനയും അത് പ്രാപിച്ചെടുക്കണം. വല്ല വിധേനയും അത് നേടിയെടുക്കണം. ഹൃദയം വാഞ്ചിക്കുന്നു, ഹൃദയം ആഗ്രഹിക്കുന്നു. ആ നിലയിൽ ജീവിതത്തിൻ്റെ സ്ഥിതികളിൽ, അവസ്ഥകളിൽ ഇപ്രകാരം കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. ആ വിഷയം നടക്കുവാൻ പ്രാർത്ഥിക്കുകയാണോ, അതിൽ തുടരുന്നു? ആ വിഷയം നടക്കുക ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുകയാണോ, അതിനകത്ത് ആ ഒരു അനുഭവം പ്രാപിക്കുന്നു? കണ്ണുനീരൊഴുക്കുകയാണോ, ഉപവസിക്കുകയാണോ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയാണോ, ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണോ, കർത്താവിനെ സ്നേഹിക്കുക? ഏത് മേഖലകളാണ്? എങ്ങനെയാണ് ദൈവം അതൊന്ന് തരുന്നത്? എപ്രകാരമാണ് കർത്താവിൽ നിന്നത് പ്രാപിക്കാൻ പറ്റുന്നത്? ആ നിലയിൽ ഇന്ന് സമയം ചെലവിടുന്ന ദൈവവേദിലെ പരിശുദ്ധാത്മാവ് ദർശിച്ചുകൊണ്ട് ദൂത് വെളിപ്പെടുത്തുക. വല്ല വിധേനയും പ്രാപിക്കണം. എങ്ങനെ ഞാൻ പ്രാപിക്കണം? എനിക്കറിയത്തില്ല, ഒരു വ്യക്തതയില്ല. എന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പുതുക്കം പ്രാപിക്കുന്നു. ഹൃദയതലത്തിൽ മാറ്റങ്ങളുണ്ടാക്കുന്നു. ഹൃദയം കർത്താവിലേക്ക് ചായുന്നു. പൂർണ്ണത വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. വല്ല വിധേനയും എന്തൊക്കെ ചെയ്യണമോ, എങ്ങനെയൊക്കെ ക്രമീകരിക്കണമോ ആ നിലയിലെല്ലാം ദൈവസന്നിധിയിൽ താഴ്ത്തി 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 സമർപ്പിക്കുന്ന ദൈവത്തിൻ്റെ വൈതലേ, ലജ്ജിക്കത്തില്ല എന്ന് സ്വർഗം വെളിപ്പെടുത്തുന്ന ദൂത്. ആ മേഖലയിൽ പ്രാപിക്കുവാൻ ഹൃദയത്തിൻ്റെ വാഞ്ചയും ജീവിതത്തിന് ആ വില കൊടുക്കുന്ന, വിധേയപ്പെടുന്ന ആ സാഹചര്യങ്ങളും കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. ലജ്ജിച്ചു പോകത്തില്ല. പൗലോസ് പറഞ്ഞത്, വല്ല വിധേനയും എനിക്കത് പ്രാപിക്കണം, വല്ല വിധേനയും എനിക്കത് പ്രാപിക്കണം. ദൈവത്തിൻ്റെ പൈതലേ, ഇതേ സ്ഥിതിയിലല്ലേ എനിക്കത് പ്രാപിക്കണം, എനിക്കത് പ്രാപിക്കണം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വില കൊടുക്കുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുക, ദൈവസന്നിധിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക. അത് കാണുന്ന ദൈവം, അത് ദർശിക്കുന്ന ദൈവം. ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ ദൈവത്തിൻ്റെ ശബ്ദമിതാ ഇപ്രകാരം ഒരു സാക്ഷ്യത്തിലേക്ക് സമയം കുറിച്ചിരിക്കുകയാണ്.
ഒരു സാക്ഷ്യം വെളിപ്പെടുത്തുന്ന സമയം ദൈവം കുറിച്ചിട്ടിരിക്കുക. അതിൻ്റെ സമയമാണ് ഇത്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു എന്ന് പൗലോസ് പറയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സഭയിൽ, ദേശത്ത്, ജീവിതങ്ങളുടെ സ്നേഹിതന്മാരോട് ഇപ്രകാരം പറയാൻ പോകുന്നു: ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. ഞാൻ എന്തിനാണോ ഓടിയത്, ഞാൻ എന്തിനാണോ അധ്വാനിച്ചത്, എൻ്റെ ഹൃദയം എന്തിനാണോ വാഞ്ചിച്ചത്, ഏത് ലക്ഷ്യത്തിലേക്കാണ് ഞാൻ പ്രാപിക്കാൻ നോക്കിയത്, അത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചിരിക്കുകയാ. ദൈവത്തിൻ്റെ വൈതലേ, ആ നിലയിൽ സാഹചര്യങ്ങളെ സ്വർഗം തിരിക്കാൻ പോവാ. ഈ ദിവസങ്ങളിൽ ദൈവം അത് കൈമാറുന്നു. ഈ ദിവസങ്ങളിൽ പ്രാപിച്ചൊരു സന്തോഷത്തിൻ്റെ തലം, ആ ഒരു അനുഭവം ജീവിതത്തെ ധന്യമാക്കാൻ പോകുന്നു. ആ നിലവാരത്തിലാണ് ദൈവത്തിൻ്റെ കരമിറങ്ങാൻ പോകുക. ഇങ്ങനെ വല്ല വിധേനയും അത് പ്രാപിക്കണം, അത് പ്രാപിക്കണം. ഒറ്റ ലക്ഷ്യത്തിൽ അത് പ്രാപിക്കണം, അത് മേടിച്ചെടുക്കണം. ആ ഒരു ചിന്തയിലും വിചാരത്തിലും ആയിരിക്കും ദൈവത്തിൻ്റെ വൈതലേ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് സാഹചര്യം ഇതാ കർത്താവ് വെളിപ്പെടുത്തുന്നു. ദൈവം സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കുക. നിത്യനായിരിക്കും ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, എന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. വചനം കേൾക്കുന്ന ദൈവമകൾ കർത്താവെ ചിലത് നേടിയെടുക്കുക, കർത്താവിൽ നിന്ന് പ്രാപിക്കുക. ദൈവസന്നിധിയിൽ ചെലവിടുന്ന സമയം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന അനുഭവം കാണുന്ന ദൈവം ദൂതടപെട്ടതുപോലെ കർത്താവേ അത് പകരാൻ പോകുന്നതിനായി സ്തോത്രം. ഓരോ കുടുംബങ്ങളെ വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വിടുതലും ദൈവത്തിൻ്റെ സൗഖ്യവും ഇപ്പോൾ ജനത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ, ദൈവശക്തിയാൽ നിറയട്ടെ. കുടുംബങ്ങൾ ദൈവിക സമാധാനം പ്രാപിക്കട്ടെ, സ്വസ്ഥത അനുഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.